ആർക്കും മാതൃകയാക്കാവുന്ന വലിയൊരു സന്ദേശം പങ്കുവെക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. കണ്ണമൂല കേരള ഐക്യ വൈദിക സെമിനാരിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ പ്രകൃതിയോടുള്ള കരുതലും സ്നേഹവും ഓർമ്മിപ്പിക്കും. നഗരത്തിലെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശേഖരിച്ച 5000-ലധികം വരുന്ന കുപ്പികൾ കൊണ്ടാണ് 20 അടിയുള്ള ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ വർഷം കഴിയും തോറും ക്രിസ്മസ് ആഘോഷ അലങ്കാരങ്ങളിൽ എങ്ങനെയൊക്കെ പുതുമ കൊണ്ടുവരാം എന്ന് ആലോചിക്കുന്നവരാണ് നമ്മൾ. അത്തരത്തിലൊരു പുതുമ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നത് കേട്ടറിഞ്ഞ് ഞങ്ങൾ എത്തിയതാണ്. തിരുവനന്തപുരം കണ്ണമൂലയിലെ കേരള ഐക്യ വൈദിക സെമിനാരിയിലാണ് ഞങ്ങൾ ഉള്ളത്. ഒരു വ്യത്യസ്ത തരത്തിലുള്ള ക്രിസ്മസ് ട്രീ ഇത്തവണ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ കാണുന്നതല്ല കേട്ടോ ക്രിസ്മസ് ട്രീ, ഞാൻ പറഞ്ഞ ആ ക്രിസ്മസ് ട്രീ ദേ അവിടെയുണ്ട്. മനോഹരമായ ക്രിസ്മസ് ട്രീക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാണ് എൻ്റെ ഈ പുറകിൽ നിൽക്കുന്നത്. എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്തത്? 3 ആഴ്ചയോളം എടുത്തു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പുറത്തു നിന്ന് പാഴായിപ്പോയി കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്താണ് ചെയ്തത്. നിങ്ങളിതിപ്പോൾ എത്ര ബോട്ടിലുണ്ടാവും? ഒരു 5000-ഓളം ബോട്ടിലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ വൈഡറായിട്ടുള്ള ഒരു യൂസേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് നല്ലൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ള ആ ഒരു ആശയം കൂടെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്തത്? അത് നമ്മുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണ് ശേഖരിച്ചത്. 2 ആഴ്ച കൊണ്ട് നിങ്ങളിത് പൂർത്തിയാക്കി. എത്ര പേരുണ്ടായിരുന്നു? അത് ഏകദേശം ഒരു 40ഓളം സ്റ്റുഡൻസ്. അവരുടെ ഒരു അധ്വാനമായിരുന്നു. ആദ്യം കുപ്പി ശേഖരിക്കുന്നത് മുതൽ ക്ലീൻ ചെയ്ത് അതുപോലെ ക്രമീകരിക്കുകയും ആദ്യം ഞങ്ങൾ മറ്റൊരു രീതിയിലാണ് 3rd ഇയേഴ്സ് അവരാണ് ചെയ്തത്. ഞങ്ങൾ 4th ഇയർ സ്റ്റുഡൻസാണ്. അവർ ആദ്യം 1-2 പ്രാവശ്യം ശ്രമിച്ച സമയത്ത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അത് എല്ലാം മാറ്റി അതിനുള്ളിലൂടെ കമ്പിയൊക്കെ കടത്തി അങ്ങനെയാണ് നല്ല രീതിയിൽ ഇത് അവർ ചെയ്യുവാനായിട്ട് ഇതായത്. വളരെയധികം സന്തോഷമുണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു നന്മ ചെയ്യുവാൻ, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ പ്ലാസ്റ്റിക് കൊണ്ട് ഇത്രയും ഒരു ഉപയോഗമുണ്ട്. അതുപോലെ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ എടുക്കാനായിട്ട് ഒരു അഭിമാനമുണ്ട്. ഇത് 20 ഫീറ്റ് എബോവ് സൈസ് വരുന്നുണ്ട്. എന്നിട്ട് ഈ ട്രീയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കണ്ണമൂല ഐക്യവൈദിക സെമിനാരിയിലെ BD വിദ്യാർത്ഥികൾ, 3ാം വർഷ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് ഏകദേശം ഒരു 2-3 ആഴ്ചത്തെ പ്രയത്നം ഉണ്ടായിരുന്നു. വളരെ കഠിനമായിട്ടുള്ള പ്രയത്നമായിരുന്നു. ഒരുപാടിടങ്ങളിൽ പോയി കുപ്പി കളക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ രാത്രിയിലാണ് കൂടുതൽ, പഠനത്തിന് ശേഷമുള്ള സമയമാണ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്. ഫാദർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഫാദർ, ആരുടെയാണ് ഈ ഐഡിയ? ഇതൊരു കൂട്ടായ ഒരു ആശയമാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പും ആഘോഷങ്ങളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഈ രീതിയിലാണ്, തീമാറ്റിക്കായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന രോദനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും നീതിക്കും വഴിയൊരുക്കുന്നതായി തീരുവാൻ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ ഈ കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. പുറത്തുനിന്ന് വരുന്നവർക്കും അത് സാധിക്കും. അതിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ രാത്രി കാഴ്ച. പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു ക്രിസ്മസ് ട്രീ. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.